പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമുള്ള ഒരു 4 മണി പലഹാരമാണ്. വഴുതനങ്ങ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായിരിക്കും. ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ട് ഇവിടെ 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് കടലമാവ്, ഒരു 2 ടേബിൾ സ്പൂൺ മൈദ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അയമോദകം ആണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഈവനിങ് സ്നാക്കിന് അയമോദകം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അയമോദകം അല്ലാതെ വേറെ എന്ത് ചേർത്താലും ഇത്രയും ടേസ്റ്റ് വരില്ല. വഴുതനങ്ങ മുക്കി വറക്കുന്നതിനുള്ള ബാറ്റർ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താൽ ഇതിലെ കട്ടയൊക്കെ ശരിക്കങ്ങ് മാറിക്കിട്ടുള്ളൂ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങ ഒന്ന് കനം കുറച്ച് മുറിച്ചെടുക്കാം. ഒരുപാട് കട്ടിയോടുകൂടിയും തീരെ കനം കുറഞ്ഞും അല്ലാത്തൊരു രീതിയിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്ത വഴുതനങ്ങ ബാറ്റർ ഇതുപോലെ ഒന്ന് മുക്കി നോക്കണം. ഇതുപോലെ ബാറ്റർ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ ആ കൺസിസ്റ്റൻസി കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ബാറ്ററിൽ മുക്കിയ വഴുതനങ്ങയുടെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം വഴുതനങ്ങ വറുത്തെടുക്കാൻ. 2 സൈഡും റെഡിയായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു ഈവനിങ് സ്നാക്ക് നല്ല ചൂടോടുകൂടെ കഴിക്കുന്നതിനാണ് ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. ടൊമാറ്റോ സോസാണ് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.